നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ക്ലിയർ പ്ലാനുമായിട്ടാ ഞാൻ അവിടെ പോയത്. എന്നിട്ട് ഒടുവില് അമ്മ ഭാമാന്റെ വീട്ടിൽ പോയെന്നോ? എങ്കിൽ ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരില്ലായിരുന്നോ? നീ തന്നല്ലോ ഒലക്കട മൂട്. അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ. എടി, പറയാതെ അയച്ചിട്ടിരുന്ന ഫോട്ടോയുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഞാൻ ഫോട്ടോ അയച്ചെന്നോ? നിന്റെ ഫോണിൽ നിന്ന് നീ അല്ലാതെ വേറെ ആരടി ഫോട്ടോസ് അയക്കാൻ? വെയിറ്റ് അമ്മ കൂൾ. അമ്മ സംഭവങ്ങൾ ആദ്യം തൊട്ടേ ഒന്ന് പറഞ്ഞു. എന്റെ തലയിലേക്കൊന്നും കേറുന്നില്ല. നിനക്ക് ചുറ്റും ഒരു നിഴൽ യുദ്ധം നടക്കാണ് ഭാമേ. ഇതിനെല്ലാം പിന്നിൽ ശാരദാമ്മ. അന്ന് ശ്യാമയുടെ കല്യാണം മുടക്കിയ ആ ഫോട്ടോ ഉണ്ടല്ലോ, അതും ശാലിനിയുടെ തന്നെ പ്ലാനായിരുന്നു. ശ്യാമയ്ക്കും ഉണ്ടായിരുന്നു ഇതിലൊരു മനസ്സറിവ്. അവളെ പേടിച്ചും ഭയന്നുവാ നിന്റെ ദത്തുപുത്രൻ ഓരോ നിമിഷവും കഴിയുന്നത്. സംശയമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും അയച്ചു തരാം. അതൊന്ന് കണ്ടു നോക്ക്. വൃത്തികെട്ടവളെ, എന്താണ് ഇത്? കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത്? ആരാ പകർത്തിയതെന്നും ആരാ അയച്ചു കൊടുത്തതെന്നും ആ പയ്യന്റെ അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ഫോട്ടോകളെന്ന് അല്ലേ? പിന്നെ എങ്ങനെയാണ് ഇത് നിന്റെ മകളുടെ കയ്യില്? എടി, സരളയുടെ ജീവിതത്തിൽ ഇത്രയും അപമാനിക്കപ്പെട്ടിട്ടില്ല. ഒക്കെ നീ കാരണമാ. അമ്മയൊന്ന് നിർത്തോ? ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്താ സംഭവിച്ചെന്ന്. ഞാൻ കട്ട് ചെയ്തിട്ട് വിളിക്കാം. അയ്യോ, അതെവിടെ പോയി? അയ്യോ, അത് പോയോ? അതെങ്ങനെ സംഭവിക്കും? ഹലോ, എന്തായടി? അമ്മ, ആ ഫോട്ടോസും വീഡിയോസും കാണുന്നില്ല. നിന്റെ മൊബൈലിൽ നിന്ന് എന്റെ മൊബൈലിലേക്ക് ആ ഹോട്ടലിലെ ഫോട്ടോസ് വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഞാൻ ചെക്ക് ചെയ്തു. അപ്പോ അതിനർത്ഥം ഒന്നേ ഉള്ളൂ. നീ അറിയാതെ നിന്റെ ഫോൺ ആരോ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഹാക്ക് ചെയ്തു. ആര്? എന്താ മാഡം? ബില്ലെടുക്ക. ഇപ്പൊ കൊണ്ടുവരാം മാഡം. My food. അവൾക്ക് ഭ്രാന്താവും വിഷ്ണുട്ടാ. ഇനി എങ്ങോട്ടും നമ്മൾ അവളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പോവാ. എലിയും പൂച്ചയും കളിയല്ലായിരുന്നോ ഇതുവരെ? ഇത്രയും നാൾ അവള് പൂച്ചയായി അവള് നമ്മളെ തട്ടിക്കളിച്ചെങ്കിൽ ഇനി കളിയൊന്ന് മാറട്ടെ. എലിയുടെ പ്രാണവേദന എന്താന്ന് അവളും കൂടി ഒന്ന് അറിയട്ടെ. അപ്പൊ സരളാന്റെ നാണം കെട്ട് മടങ്ങിയല്ലേ? അതെ മോളെ, അതില് നിന്റെ ഒരു കയ്യിലെന്ന എന്റെ സംശയം. സംശയം എന്താച്ചാ, സുസ്മിത ഇറങ്ങി കളിക്കാൻ തീരുമാനിച്ച നമ്മള് ഗാലറിയിൽ ഇരിക്കുന്നത് ശരിയാണോ? നന്നായി മോളെ, എന്നാലും നീ അങ്ങനെ സാധിച്ചെടുത്തു.
അതൊക്കെ ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാച്ചാ. ഇപ്പൊ ഞാൻ വെച്ചോട്ടെ. ആ ശരി മോളെ, ശരി. ആ ശരി. ഇനിയെങ്കിലും നീ കാര്യങ്ങൾ മനസ്സിലാക്കും മോളെ. നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് സുസ്മിതയാ, ഞങ്ങൾ ആരുമല്ല. നിന്നെ സ്നേഹിച്ചിരുന്ന ദീപക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും സംസാരിക്കാനും ശ്രമിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. അന്ന് കല്യാണം കൂടാൻ വന്നവർക്ക് മുന്നിൽ വെച്ച് നിന്നെ അപമാനിച്ച് ഇറങ്ങി പോവുക അവനും അവന്റെ വീട്ടുകാരും ചെയ്തത്. ഒരു സംസാരത്തിനോ പുനരാലോചനയ്ക്കോ ഉള്ള അവസരം പോലും അവനോ വീട്ടുകാരോ തന്നില്ല. നിന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ അവനെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കായിരുന്നു വീട്ടുകാരെ. നിന്റെയും രോഹിത്തിന്റെയും ഫോട്ടോകൾ പകർത്തിയത് സുസ്മിതയാണെന്ന് ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായതാ. പക്ഷെ ഒന്നും സംസാരിക്കാനൊരു സാവകാശം നീ ഞങ്ങൾക്ക് തന്നില്ല. ശ്യാമയുടെയും ശാലിനിയുടെയും ശാരദാമ്മയുടെയും ജീവിതം തകർക്കാന്നുള്ള സുസ്മിതയുടെ ലക്ഷ്യം. സുസ്മിതയുടെ മാത്രമല്ല, അവളുടെ അമ്മ സരളയുടെയും. ശ്യാമയ്ക്ക് വേണമെങ്കിൽ അവളുടെ ഒരു കരുവായിട്ട് മാറി കീഴടങ്ങി കൊടുക്കാം. ഇനിയിപ്പൊ അതല്ലെങ്കിൽ നിങ്ങൾ വരുന്നുണ്ടോ? എനിക്ക് തിരിച്ച് വീട്ടിൽ പോണം. ശ്യാമേ, ഡി ശ്യാമേ, ശ്യാമേ നിക്ക് മോളെ, നിക്കുഞ്ഞേച്ചി ഒന്ന് പോയേ. ശ്യാമേ, ഡി ശ്യാമേ. എന്താടോ? ഞാനെടുത്ത തീരുമാനം തെറ്റായെന്ന് തോന്നുന്നു ബ്രോ. ശ്യാമ അവളൊന്നുകൊണ്ടും ഹേ ഒക്കെ ശരിയാവിടോ. അവൾക്ക് കുറച്ച് സമയം കൊടുക്കുക. ആ എത്രയും ബില്ല് തരാം. ആ താമച്ചോ. വാപ്പോ. ശ്യാമേ നിക്ക് നിക്ക്, നീ ഒന്ന് പറയുന്ന കേക്ക്. ശ്യാമേ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? വീട്ടിലിരിക്കുമ്പോ 4 ചുറ്റും ഉപദേശികളാ. അതിന്നൊരു മോചനം കിട്ടാനാ പുറത്തേക്ക് ഇറങ്ങിയത്. ദേ അത് ഇവിടെയും തുടങ്ങാനാണ് ഭാവമെങ്കിൽ ആ കായലിലേക്ക് ഞാൻ എടുത്തു ചാടും. എടി ശ്യാമേ, നിന്റെയും രോഹിത്തിന്റെയും ഫോട്ടോകൾ പകർത്തിയത് സുസ്മിതയാണെന്ന് ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായതാ. നേരത്തെ എണീക്കാനുള്ളതാ. സുസ്മിതയാണോ റൂമില്? ഏയ്, അവളെങ്ങനെ ഇവിടെ വരാനാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.